ജനനത്തിൽ നിന്നും ജനനമില്ലായ്മയിലേക്കുള്ള ആപൽക്കരമായ ഈ യാത്രയിൽ ജീവാത്മാവിനെ രക്ഷിക്കുന്നതിനുള്ള മാർഗത്തിന്റെ പ്രയോക്താവായ ശ്രീരാമന്റെ ജന്മദിനമാണ് നിങ്ങൾ ഇന്ന് രാമനവമിയായി ആഘോഷിക്കുന്നത്. ശ്രീരാമൻ ധർമ്മത്തിന്റെ സ്വരൂപമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ധർമ്മം പുനഃസ്ഥാപിക്കാൻ സാധിച്ചത്. ഈശ്വരന്റെ മഹത്വത്തെയും മാനവകുലവുമായി അവിടുത്തേക്കുള്ള ബന്ധത്തെയും പുനർവിചിന്തനം ചെയ്യുന്നതിന് ഒരവസരം നിങ്ങൾക്ക് ലഭിക്കുന്നതുകൊണ്ടാണ് ഈ ദിവസം പവിത്രമായി തീർന്നത്. വാസ്തവത്തിൽ നിങ്ങൾ രാമായണം ആഴത്തിൽ പഠിക്കുകയാണെങ്കിൽ ശ്രീരാമൻ സർവ്വവ്യാപിയായ പരമാത്മനും ഓരോ ജീവിയിലെയും ആത്മനുമാണെന്ന് നിങ്ങൾക്ക് ബോധ്യമാകും. അവിടുന്ന് രാവണൻ എന്ന രാക്ഷസനെ കൊല്ലുവാനല്ല അവതരിച്ചത്. അവിടുന്ന് ദശരഥന്റെയോ കൗസല്യയുടെയോ മകനല്ല, അഥവാ വേർപിരിഞ്ഞപ്പോൾ വിലപിക്കുകയും പുനഃസമാഗമത്തിൽ ആനന്ദിക്കുകയും ചെയ്ത സീതാദേവിയുടെ ഭർത്താവുമല്ല. അയോധ്യയിൽ ശ്രീരാമനെ ചക്രവർത്തിയായി കിരീടധാരണം ചെയ്ത സമയത്ത് പട്ടണം വിട്ടുപോകുന്നതിന് മുൻപ് അവിടെ സന്നിഹിതരായിരുന്ന എല്ലാവർക്കും ഒരു സമ്മാനം ലഭിച്ചിരുന്നു. ഹനുമാൻ മാത്രം ഭൗതികമായ സമ്മാനം സ്വീകരിച്ചില്ല. ശ്രീരാമസേവയിൽ ദീർഘകാലം വിശ്വസ്തയോടെ കഴിഞ്ഞുവെങ്കിലും തനിക്ക് ജീവിതത്തിന്റെ രഹസ്യം എന്താണെന്ന് മനസ്സിലായിട്ടില്ലെന്നും അതിനാൽ അത് വിശദമാക്കണമെന്നും ഹനുമാൻ ശ്രീരാമനോട് അപേക്ഷിച്ചു. ശ്രീരാമൻ സീതാദേവിയോട് തങ്ങളുടെ അവതാര രഹസ്യം വെളിപ്പെടുത്തുവാനും ഹനുമാന്റെ തൃഷ്ണ ശമിപ്പിക്കുവാനും ആവശ്യപ്പെട്ടു. അപ്പോൾ താൻ മൂലപ്രകൃതിയും വസ്തുക്കളെ ചലിപ്പിക്കുകയും പരിവർത്തനപ്പെടുത്തുകയും ബന്ധിപ്പിക്കുകയും ഇരുട്ടിലാഴ്ത്തുകയും ചെയ്ത് നാനാത്വമായി രൂപാന്തരപ്പെടുത്തുന്ന ചൈതന്യമായ മായാശക്തിയാണ് എന്ന് സീതാദേവി വെളിപ്പെടുത്തി. ഹനുമാൻ സീതാദേവിയിൽ നിന്നും രൂപരഹിതനും നാമരഹിതനുമായ ശ്രീരാമന്റെ മാധുര്യം മനസ്സിലാക്കി. പരമാത്മൻ അഥവാ പുരുഷൻ ആയ ശ്രീരാമൻ സീതാദേവി എന്ന പ്രകൃതിയെ സ്വീകരിച്ചുകൊണ്ട് രാമായണം എന്ന നാടകം അഭിനയിച്ചു. സീതാദേവി അന്തർബോധമാണ്. എന്തുകൊണ്ടെന്നാൽ പ്രകൃതി അഥവാ മായ ബ്രഹ്മന്റെ പവിത്രമായ അസ്തിത്വത്തെ പ്രവർത്തനക്ഷമമാക്കുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കുക. ബ്രഹ്മജ്ഞാനം നഷ്ടമാകുന്നു. ശ്രീരാമൻ അവൾക്കു വേണ്ടി വിലപിച്ചുകൊണ്ട് വനാന്തരങ്ങളിൽ അലഞ്ഞുതിരിയുന്നു. ലക്ഷ്മണൻ അഥവാ മനസ്സ് തീർച്ചയായും എല്ലായ്പ്പോഴും അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. എന്തെന്നാൽ മുക്തി നേടുവാനുള്ള ഉപകരണം മനസ്സാണ്. വാനര രാജാവായ ബാലി നിരാശയുടെ പ്രതീകമാണ്. നിരാശയെ അതിജീവിക്കുന്നതിന് ബാലിയുടെ സഹോദരനായ സുഗ്രീവൻ അഥവാ വിവേചന ശക്തിയുള്ള വിവേകം സഹായിക്കുന്നു. ഓരോരുത്തരുടെ ജീവിതവും രാമായണത്തിലൂടെ കടന്നുപോകുന്നു. ജയ് സായിരാം.